ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട സഹോദരൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒരുപാട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കിണർ കാണുന്നു. കിണർ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയി ആ കിണറിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ കിണറ്റിൽ വെള്ളമുണ്ട്. പക്ഷേ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാത്രങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് അദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം കുടിച്ച് ആ വ്യക്തിയുടെ ദാഹം തീർക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് കിണറ്റിൽ നിന്ന് കയറി വരുന്ന സമയത്ത് തൻ്റെ മുന്നിൽ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന ഒരു നായയെ ആ വ്യക്തി കാണുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നു, ഞാനും ഇതുപോലെ ഒരുപാട് ദാഹിച്ച് നടന്നു വന്ന ഒരാളാണ്. എനിക്ക് ദാഹിച്ചതുപോലെ ആ നായയ്ക്കും ദാഹിക്കുന്നുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ആ കിണറ്റിലേക്ക് തന്നെ തിരിച്ചിറങ്ങി തൻ്റെ ചെരുപ്പിൽ അല്പം വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്ന് ആ നായയ്ക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ചരിത്രമാണ് ഇത്. ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എന്നിങ്ങനെ മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും മറ്റുള്ളവരുടെ വിഷമങ്ങൾ, മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ നാം മുതിരണം. മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നതമായ പദവിയുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.